നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഫോംസ് ഓഫ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ്സുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, HUF പോലെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ്സുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായി വരുന്ന ഒരു ബിസിനസ്സാണ് എ ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് cooperative societies. The word corporations implies joint effort. Through joint effort we can attain greater success than individual effort. ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫേം രൂപീകരിക്കുന്നത്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻസ് ഓഫ് പേഴ്സൺസ്. ഇവിടെ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സ്വമേധയാ കുറച്ച് ആളുകൾ തമ്മിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദെയർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകളുടെ സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികവുമായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത്. The basic principles of cooperative societies is self-help through mutual help. ഇവിടെ പരസ്പരം സഹായിക്കുക, അതിലൂടെ എന്ത് ചെയ്യുക, സ്വയം തൻ്റെ ആവശ്യങ്ങളും കൂടി എന്ത് ചെയ്യുക, നിറവേറ്റുക. അതാണ് ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇൻ അനദർ വേർഡ്സ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഒരാൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു, എല്ലാവരും എന്ത് ചെയ്യുന്നു, ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഫസ്റ്റ് പോയിന്റ് ഈസ് വോളണ്ടറി മെമ്പർഷിപ്പ്. സ്വമേധയാ മെമ്പർഷിപ്പ് എടുക്കുന്നതാണ് ഒരു ഒന്നാമത്തെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എനിബഡി ക്യാൻ ബിക്കം എ മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് ഹിസ് ഓൺ വിഷ് ആൻഡ് ദർ ഈസ് നോ കമ്പൽഷൻ അറ്റ് ഓൾ. യാതൊരു തരത്തിലുമുള്ള നിർബന്ധ സ്വഭാവമില്ലാത്ത ഒരു മെമ്പർഷിപ്പാണ് ഇവിടെ നമുക്ക് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിൽ കാണാൻ സാധിക്കുക. The second point is the legal status. As the registration of a cooperative societies is compulsory, it gets separate legal entity and continuous existence. ഇവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് നമ്മുടെ സ്ഥാപനം ഫോം ചെയ്യുകയാണെങ്കിൽ ലീഗലായിട്ട് അത് രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. മാത്രമല്ല അതിലുള്ള മെമ്പേഴ്സുകൾക്ക് മാറ്റം വരുന്നത് കൊണ്ട് ഒരിക്കലും തന്നെ ബിസിനസ് തകർന്നു പോയില്ല, അതവിടെ നിലനിൽക്കും. നെക്സ്റ്റ് പോയിന്റ്, ലിമിറ്റഡ് ലയബിലിറ്റി. വൺ of the important feature of the cooperative society. Limited liability. The liability of the members is limited. അവർ ഇറക്കിയിട്ടുള്ള ആ ഒരു ക്യാപിറ്റൽ എമൗണ്ട് അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പിൻ്റെ പേരിൽ കൊടുത്തുള്ള എമൗണ്ട്, ആ ഒരു എമൗണ്ട് വരെ അവർക്ക് ഇവിടെ ലയബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, കൺട്രോൾ. കൺട്രോൾ ഈസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് who are elected by the members under the principles of one man one vote. ഇവിടെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് എന്താണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇതിനെ കൺട്രോളിംഗ് ചെയ്യുന്നത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് മീറ്റിങ്ങിൽ ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട് വീതം നൽകുന്നുണ്ട്. ആ വോട്ട് വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. Next is service motive. The main objective is to render service to its members rather than profit. ഇവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതിലുള്ള മെമ്പേഴ്സിനുള്ള സർവീസ് ആയിരിക്കും. ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വൺ ഓഫ് ദി ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത്? ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, there should be at least 25 members who are bound together by common bond belonging to the same locality, class, occupation or having common economic needs. ഒരു ഏക ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 25 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. These members called promoters should present a joint application to the registrar of the cooperative societies giving the following details. Proposed name of the society, aim and objectives, area of operation,
നാച്ചുറൽ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ലയബിലിറ്റി, പർട്ടിക്കുലേഴ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുമ്പാകെ രജിസ്ട്രേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യണം. അപ്ലിക്കേഷൻ ഷുഡ് അക്കമ്പനൈഡ് ബൈ 2 copies ഓഫ് ബൈലോസ് ഓഫ് ദി സൊസൈറ്റി. ബൈലോസിൻ്റെ 2 copies എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കണം. ആഫ്റ്റർ ദി സ്ക്രൂട്ടിനി ദ രജിസ്ട്രാർ ഇഷ്യൂ സർട്ടിഫിക്കറ്റ്സ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് ദർ ആഫ്റ്റർ ദ സൊസൈറ്റീസ് ക്യാൻ അഡ്മിറ്റ് ന്യൂ മെമ്പർ. ഇവിടെ എന്ത് ചെയ്യാം, ഈ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം സ്ക്രൂട്ടിനി ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അതിനുശേഷം സൊസൈറ്റിക്ക് എന്ത് ചെയ്യാം, പുതിയ മെമ്പർമാരെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ആണ് മെറിറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്തെല്ലാം മെറിറ്റ്സ് ആണ്? ഒന്ന്, ഈക്വൽ വോട്ടിംഗ് റൈറ്റ്. എല്ലാവർക്കും എന്താണ്, 1 man 1 vote എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ സൊസൈറ്റി ഫോളോ ചെയ്തു വരുന്നത്. മറ്റൊന്നാണ് ലിമിറ്റഡ് ലയബിലിറ്റി. എന്താണ്, ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിലേക്ക് ഒരിക്കലും ലയബിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യില്ല. മറ്റൊന്ന് സ്റ്റേബിൾ എക്സിസ്റ്റൻസ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഡെത്ത്, ഇൻസാനിറ്റി, ഇൻസോൾവൻസി ഒക്കെ മെമ്പേഴ്സിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അതെന്ത് ചെയ്യില്ല, ഒരു ബിസിനസ്സിനെ ബാധിക്കുകയില്ല. മറ്റൊന്നാണ് എക്കോണമി ഇൻ ഓപ്പറേഷൻ. ടു എലിമിനേറ്റ് ദ മിഡിൽ മെൻ ദ മെമ്പേഴ്സ് ഓഫർ ഹോണററി സർവീസ് ടു ദ സൊസൈറ്റി. ഇവിടെ എന്താണ്, ഒരു മനഃപൂർവ്വം ഒരു സഹായം എന്നുള്ള നിലക്കുള്ള സർവീസസുകളായിരിക്കും ഒരു മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും സൊസൈറ്റിക്ക് ലഭിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു, കോസ്റ്റ് കുറക്കുന്നുണ്ട്. മറ്റൊന്നാണ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ലോണ്, സബ്സിഡീസ്, ഗ്രാൻഡ്, ലോ ഇൻട്രസ്റ്റ് റേറ്റ്, ലോ ടാക്സ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ഇവിടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈസി ടു ഫോം. ഇവിടെ എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടാവുന്നില്ല. അടുത്തതാണ് ലിമിറ്റേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒന്ന്, ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. കാരണം ഇവിടെ എന്താണ്, ഒരു എയിമോട് കൂടിയിട്ടാണ് വരുന്നത്. അത് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടല്ല ഇവിടെ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. ഇവിടെ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എഫിഷ്യൻ്റായ ആളുകളെ അല്ല ഇവിടെ ജോയിൻ ചെയ്യിക്കുന്നത്, അവിടെ എയിം മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. മറ്റൊന്ന്, ലാക്ക് ഓഫ് ബിസിനസ് സീക്രസി. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ സീക്രസി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്ന്, എക്സസീവ് ഗവൺമെൻറ് കൺട്രോൾ. ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ വളരെയധികം കൂടുതലാണ്. മറ്റൊന്ന്, ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നത് കൊണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നത് കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും. അതുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ സമയമെടുക്കും. മറ്റൊന്ന്, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരുപാടുണ്ട്, നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അത് കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അത് കൺസ്യൂമേഴ്സിന് നല്ല ഗുഡ്സ് ലഭിക്കാൻ, ഫെയർ പ്രൈസിൽ ഗുഡ്സ് ലഭിക്കാനൊക്കെയാണ് ഇങ്ങനെയുള്ള സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത്. മറ്റൊന്ന്, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രീസിൻ്റെ ഭാഗമായി പ്രൊഡ്യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത്. മറ്റൊന്ന്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മാർക്കറ്റിംഗ് മേഖലയിൽ ഉണ്ടാവുന്ന ഒബ്സ്റ്റക്കിൾസ് നീക്കം ചെയ്യുക, അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത്. മറ്റൊന്നാണ് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഫാർമേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത്. മറ്റൊന്നാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ലാർജ് സ്കെയിൽ ഫാമിംഗ് ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ അത് നടത്താൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും. അതുപോലെ തന്നെ ടു ഇൻക്രീസ് ഈൽഡ് പെർ ഏക്കർ ഓഫ് ലാൻഡ്. ലാൻഡിൻ്റെ ഈൽഡ് നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ വിളകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇതോടെ സഹായിക്കുന്നുണ്ട്. ടു ഇൻട്രൊഡ്യൂസ് മോഡേൺ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ. മോഡേൺ മെത്തേഡുകൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ടു ഇൻകുൽക്കേറ്റ് ദ സ്പിരിറ്റ് ഓഫ് കോർപ്പറേഷൻ എമംഗ് ഫാമേഴ്സ്. ഇവിടെ ഫാമേഴ്സിനിടയിലുള്ള ആ ഒരു സ്പിരിറ്റ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന്, ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് പറയുന്നത്. റൂറൽ ബാങ്ക് ടു സപ്പോർട്ട് സൊസൈറ്റീസിന് ലഭിക്കുന്ന സപ്പോർട്ട്സുകളാണ് പറയുന്നത്. റൂറൽ ബാങ്ക് ടു സപ്പോർട്ട് ഫാമേഴ്സ്, അർബൻ ബാങ്ക് ടു ഹെൽപ്പ് സ്മോൾ ട്രേഡേഴ്സ്, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി ഫോംഡ് ബൈ എംപ്ലോയീസ് ഇൻ ഗവൺമെൻറ് ഓർ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, വേജ് ഏർണർ സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സൊസൈറ്റീസ് നമ്മളുടെ ഇടയിലുണ്ട്.
ടൈപ്സ് ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്, ഹൗസിംഗ് സൊസൈറ്റീസ് ആണ് പറയുന്നത്. ലാൻഡ് സൊസൈറ്റീസ്, ഫൈനാൻസ് സൊസൈറ്റീസ്, ഹൗസിംഗ് ബിൽഡിംഗ് സൊസൈറ്റീസ്, ടെനൻസി കോർപ്പറേറ്റീവ് സൊസൈറ്റി, ഇങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന സൊസൈറ്റീസും അവൈലബിൾ ആണ്. ഇനി അടുത്ത ഒരു ടൈപ്സ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്താണ്? കമ്പനി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് നമ്മൾ പറയുന്നത്. With the rapid growth of commerce and industry, the size of business began to increase and owing to need for establishment of large scale enterprises. വലിയ തരത്തിൽ കൊമേഴ്സും ഇൻഡസ്ട്രിയൊക്കെ വലുതാവുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ഒരു സ്ഥാപനങ്ങൾ ആവശ്യമായി വരുന്നു. ആ സമയത്താണ്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഇങ്ങനെയുള്ള ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിനാണ് ഇവിടെ കമ്പനികൾ ഫോം ചെയ്യുന്നത്. ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ് ദ സോൾ ട്രേഡർ and partnership found themselves unable to supply all the necessary capital and managerial skill. ഇവിടെ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ധാരാളം മാനേജറിയൽ സ്കില്ലുകളും ക്യാപിറ്റലും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമായി വരുന്നുണ്ട്. അത് ഒരുപാട് ആളുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. മോറോവർ ദാറ്റ് ദേ were unable to bear all the risk of that much a large scale business. Moreover, a new form of business organization came into existence, that is the joint stock companies. ഇവിടെ ഇങ്ങനെയുള്ള ഒരു വലിയ ലാർജ് സ്കെയിൽ ബിസിനസ്സിൽ നമുക്ക് ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയത്. അതിൻ്റെ ഡെഫിനേഷൻ നോക്കും. എ കമ്പനി ഈസ് എ വോളണ്ടറി association of a person having separate legal existence, perpetual successions and common seal. ഒരു കോമൺ സീലിൻ്റെ ബേസിൽ സ്ഥായിയായി നിൽക്കുന്ന ഒരു ലീഗലായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ കമ്പനി എന്ന് പറയുന്നത്. അത് ഒരുപാട് ആളുകളുടെ അസോസിയേഷൻ ആണ് എങ്കിലും ഈ ആളുകൾ മാറുന്നതനുസരിച്ച് ഒരിക്കലും കമ്പനി തകർന്നു പോവുകയില്ല. അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇവിടെ കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഒരു വ്യക്തിക്ക് എന്തെല്ലാം അവകാശമുണ്ടോ ആ അവകാശങ്ങളൊക്കെ കമ്പനിക്കും ലഭിക്കുന്നുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ അവകാശങ്ങളാണ്? ഓൺ പ്രോപ്പർട്ടി, ബോറോ ഫണ്ട്, എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ പേഴ്സൺ. ഇവിടെ എന്താണ്, സ്വന്തമായിട്ട് കമ്പനിയുടെ പേരിൽ പ്രോപ്പർട്ടീസ് വാങ്ങാൻ പറ്റും, കടം വാങ്ങാൻ പറ്റും, അതുപോലെ കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതൊരു നാച്ചുറൽ പേഴ്സൺ അല്ല. സെക്കൻഡ് പോയിൻ്റാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ആസ് ദ കമ്പനി ഈസ് എ രജിസ്റ്റേർഡ് ബോഡി, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ലീഗൽ പേഴ്സൺ ആൻഡ് ഇറ്റ് ഈസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ സെപ്പറേറ്റ് ഫ്രം ദോസ് ഓഫ് ഇറ്റ്സ് ഓണേഴ്സ്. ഇവിടെ എന്താണ്, ഓണേഴ്സിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെമ്പേഴ്സുകൾ മാറി മാറി വന്നാലും യാതൊരു തരത്തിലും ഇവിടെ ലീഗലി നിലനിൽക്കാൻ വേണ്ടി സാധിക്കും, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. മറ്റൊന്നാണ് ഫോർമേഷൻ. Formation of a company is a time-consuming and expensive process as it involves the preparation of several documents and registration is compulsory under Companies Act 1956. Then it is upgraded or renewed Companies Act 2013. ഇവിടെ എന്താണ് ഫോർമേഷൻ എന്ന് പറയുന്നത്? എങ്ങനെയാണ്? കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്യൽ നിർബന്ധമാണ്. കോംപ്ലിക്കേറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് പെർപെച്വൽ സക്സഷൻസ്. ഇവിടെ എന്താണ്, ഒരു സ്ഥായി ആയിട്ടുള്ള നിലനിൽപ്പ് സ്ഥാപനത്തിന് ഉണ്ട്. എ കമ്പനി ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഹെൻസ് ഓൺലി ദ ലോ ക്യാൻ ബ്രിങ് ആൻ എൻഡ് ടു ഇറ്റ്സ് എക്സിസ്റ്റൻസ്. The death, insanity, insolvency or lunacy of members does not affect the life of the company. ഇവിടെ മെമ്പേഴ്സിന് എന്ത് തന്നെ സംഭവിച്ചാലും, അത് ഭ്രാന്താണെങ്കിലും മരണമാണെങ്കിലും അല്ലെങ്കിൽ പാപ്പരാവുന്ന സാഹചര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത സാഹചര്യങ്ങളാണെങ്കിലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കമ്പനി അവിടെ സ്ഥായിയായിട്ട് നിലനിൽക്കും. നെക്സ്റ്റ് പോയിൻ്റാണ് കൺട്രോളിങ്. ദ ഓണർ ഓഫ് ദി കമ്പനി ആൻഡ് ദ മെമ്പേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് where the management and controlled is vested in the hand of directors elected by the members. ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് മെമ്പറാണ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ ആണ്. പക്ഷേ ഇതിൻ്റെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് തിരഞ്ഞെടുത്ത ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇതിൻ്റെ കൺട്രോളിംഗ് നടത്തുന്നത്.
ലയബിലിറ്റി ആണ് നെക്സ്റ്റ് പറയുന്നത്. ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഇവിടെ അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്താണോ ആ എമൗണ്ട് വരെ മാത്രമേ ഇവർക്ക് ലയബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. അതിന് മേലേക്ക് ലയബിലിറ്റി വരികയാണെങ്കിൽ ഇവർ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നും എടുത്ത് വഹിക്കേണ്ടതില്ല. മെമ്പേഴ്സ് ക്യാൻ ആസ്ക്ഡ് ടു കോൺട്രിബ്യൂട്ട് ടു ലോസ് ഓൺലി ഇഫ് അൺപെയ്ഡ് എമൗണ്ട് ഓൺ ദി ഷെയർ ഹെൽഡ് ബൈ ദം. ഇവർ കൊടുക്കാൻ ഉദ്ദേശിച്ച ക്യാപിറ്റൽ എമൗണ്ട്, ഷെയറിൻ്റെ വാല്യൂ എത്രയാണോ അതിൽ കൊടുക്കാത്ത എമൗണ്ട് മാത്രമേ ഇവർ കൊടുക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള ലോസുകളൊന്നും ഇവർ വഹിക്കേണ്ടതില്ല. മറ്റൊന്നാണ് കോമൺ സീല്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പനിക്ക് സൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ സീലാണ് സിഗ്നേച്ചറായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് റിസ്ക് ബിയറിങ്. ദ റിസ്ക് ഓഫ് ലോസ് ഇൻ എ കമ്പനി ഈസ് ബോൺ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് സോ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബിക്കം ഹെവി ബേർഡൻ ടു ദം. ഇവിടെ എന്താണ് റിസ്കുകളെല്ലാം ഷെയർ ഹോൾഡേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ബേർഡൻ ഒന്നും വരുന്നില്ല. കമ്പനി എന്ത് ചെയ്യുന്നു, ബേർഡൻ ഏറ്റെടുക്കുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നു, അവിടെ ഷെയറിനുള്ള എമൗണ്ട് മാത്രം റിസ്ക് വഹിച്ചാൽ മതി. മറ്റൊന്ന് മെറിറ്റ്സ് ഓഫ് ദി കമ്പനിയാണ് നെക്സ്റ്റ് പറയുന്നത്. ഒന്ന് ലിമിറ്റഡ് ലയബിലിറ്റി. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്, അതൊരു മെറിറ്റ് ആണ്. മറ്റൊന്ന് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഈ ഒരു കമ്പനിയുടെ മെമ്പേഴ്സായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മെമ്പർക്ക് എന്ത് ചെയ്യാം, ആ മെമ്പർക്കുള്ള ഈ ഒരു ഷെയർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന് പെർപെക്ച്വൽ എക്സിസ്റ്റൻസ് ആണ്. സ്ഥായി ആയിട്ടുള്ള നിലനിൽപ്പ് ഉണ്ട്. അവിടെ മെമ്പേഴ്സിൻ്റെ മരണമോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളോ ഒന്നും ഇവിടെ ബാധിക്കുന്നില്ല. മറ്റൊന്ന് സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. കമ്പനിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ എക്സ്പാൻഷന് വേണ്ടി വളരെയധികം വലിയ സ്കോപ്പാണ്. കാരണം കൂടുതൽ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും, കൂടുതൽ സാധ്യതകൾ എന്ത് ചെയ്യാം എത്തിച്ച് പിടിക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. ഇവിടെ കമ്പനിയുടെ കീഴിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സാലറീഡ് ആയിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഡിഫിക്കൽട്ടി ഇൻ ഫോർമേഷൻ ഡ്യൂ ടു കോംപ്ലക്സ് ഫോർമാലിറ്റീസ്. ഇവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫോർമാലിറ്റീസ് ആണ് കമ്പനി ഫോർമേഷൻ ഉണ്ടാകുന്നത്. അതൊരു വലിയൊരു ലിമിറ്റേഷനാണ്. മറ്റൊന്ന് ലാക്ക് ഓഫ് സീക്രസി. ഒരുപാട് മെമ്പേഴ്സ് ഉള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കാൻ വേണ്ടി സാധിക്കുകയില്ല. മറ്റൊന്ന് ഇംപേഴ്സണൽ വർക്ക് എൻവയോൺമെൻറ്റ്. The large scale of the company make it difficult to maintain the personal contact with the employees and customers and creditors. ഇവിടെ ഒരുപാട് വലിയ സ്ഥാപനമായതുകൊണ്ട് തന്നെ എംപ്ലോയീസുമായിട്ടും കസ്റ്റമേഴ്സുമായിട്ടും ക്രെഡിറ്റേഴ്സുമായിട്ടും ഇവിടെ ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് നിലനിർത്താൻ വേണ്ടി സാധിക്കില്ല. അതൊരു ഡിഫിക്കൽട്ടാണ്. മറ്റൊന്ന് ന്യൂമറസ് റെഗുലേഷൻസ്. Functioning of a company subject to many legal provisions and compulsions such as compulsory audit, filing of report, statutory meeting, obtaining certificate from registrars, SEBI, etc. ഇങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകൾ ഈ ഒരു പിന്നെ കമ്പനിയുടെ പ്രവർത്തനത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. മറ്റൊന്ന് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡ്യൂ ടു ഗെറ്റ് കൺസെൻറ്റ് ഫ്രം ദി ഡയറക്ടേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ എന്താണ് കൺസെൻറ്റ് ലഭിക്കാൻ, ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ആളുകളിൽ നിന്നും കൺസെൻറ്റ് ലഭിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഒളിഗാർക്കിക് മാനേജ്മെൻറ്റ്. ഒളിഗാർക്കിക് മാനേജ്മെൻറ്റ് മീൻസ് റൂൾ ബൈ എ ഫ്യൂ. Therefore, the control is in the hand of few people who may ignore the interest of the shareholder. ഇവിടെ എന്ത് ചെയ്യുന്നു, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെ പരിഗണിക്കുന്നില്ല. കാരണം കുറച്ച് ആളുകളിൽ നിന്നാണ് തീരുമാനങ്ങൾ വരുന്നത്, അഥവാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നാണ് തീരുമാനങ്ങൾ വരുന്നത്. അവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ പോകുന്നു. മറ്റൊന്ന് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. മാനേജ്മെൻറ്റും ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട്. ഇത് എന്ത് ചെയ്യുന്നു, നെഗറ്റീവായി കമ്പനിയുടെ പ്രോഗ്രസ്സിനെ ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പ്രൈവറ്റ് കമ്പനീസ്, പബ്ലിക് കമ്പനീസ് ആൻഡ് വൺ പേഴ്സൺ കമ്പനീസ്. എന്താണ് പ്രൈവറ്റ് കമ്പനി? പ്രൈവറ്റ് കമ്പനി ഡിഫൈൻഡ് കമ്പനി by its articles and restrict the right to transfer the shares, limit the numbers of members to 50. ഇവിടെ എന്താണ് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസും
മെമ്പേഴ്സിൻ്റെ നമ്പർ 50 ചുരുക്കുകയും ചെയ്യുന്നു. അതാണ് പ്രൈവറ്റ് കമ്പനിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. കമ്പനീസ് ആക്ടിൽ ഇത് അമെൻഡ് ചെയ്തിട്ട് 200 ആക്കിയിട്ടുണ്ട്. 50 എന്നുള്ളത് 200 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഹിബിറ്റ് ആൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ദ ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് പബ്ലിക് ഡെപ്പോസിറ്റ് ഹാവിംഗ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹1 lakh. ഇവിടെ എന്താണ്, കമ്പനി യാതൊരു തരത്തിലും പബ്ലിക്കിൽ നിന്നും ഷെയറുകൾ വാങ്ങാനോ ഡിബഞ്ചറുകൾ വാങ്ങാനോ സാധിക്കുകയില്ല. അതാണ് പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അതുപോലെ തന്നെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണ്. 1 lakh എങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. മറ്റൊന്ന് പ്രിവിലേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുന്നത്. ഒന്ന് ഈസി ഫോർമേഷനാണ്. കാരണം എന്താണ്, 2 ആളുകൾ മാത്രം മതി ഫോം ചെയ്യാൻ. മറ്റൊന്ന് ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ബിസിനസ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റ്. മറ്റൊന്നെന്താണ്, ബിസിനസ് സ്റ്റാർട്ട് കോർപ്പറേറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ റൈസ് ക്യാപിറ്റൽ പ്രൈവറ്റ്ലി. ഇതിൻ്റെ ക്യാപിറ്റൽ പ്രൈവറ്റ് ആയിട്ട് ആരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. നോ നീഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞത് ഒരു പരസ്യമാണ്, ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള പരസ്യമാണ് പ്രോസ്പെക്ടസ്. അതൊരു ഡോക്യുമെൻ്റ് ആണ്, അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. മറ്റൊന്ന് നോ നീഡ് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻസ്. മിനിമം ഇത്ര ഷെയർ ജനങ്ങൾ വാങ്ങിയാൽ മാത്രമേ കമ്പനി ഫോം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊന്നും ഇവിടെ പ്രൈവറ്റ് കമ്പനിക്ക് ബാധകമല്ല. മറ്റൊന്നാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഇസ് നോട്ട് കമ്പൽസറി. ഈ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഒന്നും ഇവിടെ കമ്പൽസറി അല്ല. മറ്റൊന്നാണ് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ് ബൈ 2 directors ആൻഡ് ദേ ആർ നോട്ട് ബൗണ്ട് ടു റിട്ടയർ ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 65. ഇവിടെ എന്ത് ചെയ്യാം, 2 ഡയറക്ടർമാർക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവരെന്ത് ചെയ്യേണ്ട, 65 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യേണ്ട സാധ്യതകളൊന്നും ഇല്ല. മറ്റൊന്നാണ് നോ റെസ്ട്രിക്ഷൻസ് ഓൺ ദി റെമ്യൂണറേഷൻ പേയബിൾ ടു ദ ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ എത്രയെന്നുള്ള കാര്യത്തിലൊന്നും ഇവിടെ യാതൊരു തരത്തിലും ഒരു നിബന്ധനയുമില്ല. മറ്റൊന്ന് ഫർദർ ഇഷ്യൂ ഓഫ് ദി ഷെയർസ് നീഡ് നോട്ട് ബി ഓഫേർഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ എന്താണ്, ഫർദർ ഇഷ്യൂസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫർദർ ഇഷ്യൂസ് ഒന്നും ഫർദർ ഇഷ്യൂ ഓഫ് ഷെയർസ് നീഡ് നോട്ട് ബി ഓഫേർഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫർദർ ഷെയറിൻ്റെ ഇഷ്യൂ ഇവിടെ ഉണ്ടാവുകയില്ല, ഓഫർ ചെയ്യുകയില്ല. ഓൺലി 2 members ക്യാൻ മേക്ക് കോറം ഫോർ മീറ്റിംഗ്. 2 ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, മീറ്റിങ്ങിൻ്റെ കോറം കംപ്ലീറ്റ് ആവും. മറ്റൊന്ന് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയുടെ പ്രത്യേകത എന്താണ്, ആസ് പെർ ദ കമ്പനീസ് ആക്ട് 1956 പബ്ലിക് കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനികളൊക്കെ പബ്ലിക് കമ്പനിയാണ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഹാസ് നോ റെസ്ട്രിക്ഷൻ ടു റൈറ്റ് ഓഫ് മെമ്പേഴ്സ് ടു ട്രാൻസ്ഫർ ദ ഷെയർസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഷെയർ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അത് വാങ്ങി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഡസ് നോട്ട് ലിമിറ്റ് ദ നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു ലിമിറ്റും ഇല്ല, എത്ര മെമ്പർമാരും ആവാം. പെർമിറ്റ് ടു മേക്ക് എനി ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ പബ്ലിക്കിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി, ഷെയർ വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇൻവിറ്റേഷൻ കൊടുക്കാനുള്ള പെർമിഷൻ ലഭിക്കുന്നുണ്ട്, ഷെയർ ആണെങ്കിലും ഡിവഞ്ചർ ആണെങ്കിലും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് വരാം. താങ്ക് യു.